ലോകത്തിലെ തന്നെ ഭീമ എണ്ണ കമ്പനിയായ ആക്രമിക്കപ്പെട്ടതിനു ശേഷം സൗദി വിദേശികൾക്ക് ടൂറിസ്റ്റ് വിസ അനുവദിക്കുകയുണ്ടായി. തങ്ങൾക്കുണ്ടായ നഷ്ടം ഇത്തരത്തിൽ സഞ്ചാരികളെ തങ്ങളുടെ സൗദിയിലേക്ക് ആനയിച്ചുകൊണ്ട് നികത്താനായിരുന്നു സൗദി ലക്ഷ്യമിട്ടിരുന്നത് തന്നെ. ഇപ്പോഴിതാ പ്രവാസികളെയും മാടി വിളിച്ചുകൊണ്ട് സൗദി മുഖമിനുക്കുകയാണ്. സൗദിയുടെ തലസ്ഥാന നഗരിയായ റിയാദിന്റെ മുഖച്ഛായ തന്നെ മാറുകയാണ്. റിയാദ് നഗരത്തെ മധ്യപൗരസ്ത്യ മേഖലയിലെ ഗതാഗത കേന്ദ്രമാക്കാനായി നഗരത്തിലെ പ്രധാനപ്പെട്ട മുഴുവൻ റോഡുകളും വികസിപ്പിക്കാനും പരസ്പരം ബന്ധിപ്പിക്കാനും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഉത്തരവിടുകയുണ്ടായി. നഗരത്തിന്റെ മുഖച്ഛായ മാറുന്ന റിയാദ് ഗ്രീൻ പദ്ധതിക്കും ഇതിനോടകം തന്നെ തുടക്കം കുറിച്ചു. തലസ്ഥാന നഗരിയുടെ വ്യത്യസ്ത ഭാഗങ്ങളെ ഫലപ്രദമായി ബന്ധിപ്പിക്കാനും സുസ്ഥിര ഗതാഗത സേവനവും ലോജിസ്റ്റിക്സ് സേവനങ്ങളും നൽകുന്നതിൽ മധ്യപൗരസ്ത്യ ദേശത്തെ പ്രധാന കേന്ദ്രമാക്കി റിയാദിനെ മാറ്റാനുമാണ് ലക്ഷ്യമിടുന്നത് തന്നെ. ഒപ്പം ലോകത്തെ വൻകിട നഗരങ്ങൾക്കിടയിലെ മുൻനിര സ്ഥാനം മെച്ചപ്പെടുത്താനും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുകയാണ്. ആകെ 400 കിലോമീറ്റർ നീളത്തിൽ റോഡുകൾ വികസിപ്പിക്കുകയും പുതിയ റോഡുകൾ നിർമ്മിക്കുകയും റോഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. പദ്ധതിയുടെ ഭാഗമായി അതിവേഗ പാത വഴി തലസ്ഥാന നഗരിയുടെ വ്യത്യസ്ത ഭാഗങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കും. കൂടാതെ പ്രധാന റോഡുകളിലെ വേഗപരിധി കൂട്ടുകയും യാത്രാസമയം കുറയ്ക്കുകയും പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. നഗരത്തിന്റെ മുഖച്ഛായ മാറുന്ന റിയാദ് ഗ്രീൻ പദ്ധതിയുടെ ആദ്യപടിയായി നഗരത്തിലെ പ്രധാന റോഡുകളുടെ 144 കിലോമീറ്റർ ഭാഗത്ത് 31,000 വൃക്ഷത്തൈകളാണ് നട്ടിരിക്കുന്നത്. ഗ്രീൻ പദ്ധതിയുടെ ഭാഗമായി റിയാദിൽ 48 വലിയ പാർക്കുകളും 3250 ചെറിയ പാർക്കുകൾ പാർപ്പിട മേഖലയും നിർമ്മിക്കുന്നതായിരിക്കും. സാമ്പത്തിക നഗരവൽക്കരണ വിനോദസഞ്ചാര മേഖലകളിൽ റിയാദിന്റെ സ്ഥാനം കൂടുതൽ മെച്ചപ്പെടുത്താനും വ്യവസായികളെയും സന്ദർശകരെയും ആകർഷിക്കുന്ന കേന്ദ്രമാക്കി മാറ്റാനുമാണ് പദ്ധതിയുടെ ലക്ഷ്യം എന്നതും ഏറെ സുപ്രധാനം തന്നെയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.